പരിചയമില്ലാത്ത ആളുകളെ കാണുമ്പോഴേ ചിലരുടെ മുഖം അങ്ങ് ചുവക്കും. എന്നെ കാണാൻ കൊള്ളാമോ എന്ന് തുടങ്ങി നമുക്കൊരു 100 കൂട്ടം സംശയങ്ങളാണ് നമ്മളെ പറ്റിയുള്ളത്. ഡു യു നോ വാട്ട്? യുവർ ബോഡി ആൻഡ് മൈൻഡ് ആർ നോ ടു ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ്. പരിചയമില്ലാത്ത ആളുകളെ കാണുമ്പോഴേ ചിലരുടെ മുഖം അങ്ങ് ചുവക്കും. അതുമാത്രമല്ല, എന്തെങ്കിലും മീറ്റിങ്ങിലോ പബ്ലിക് ഫംഗ്ഷനിലോ പോയി 2 വാക്ക് സംസാരിക്കേണ്ടി വന്നാൽ പിന്നെ എപ്പോൾ അങ്ങോട്ട് വിയർത്ത് കുളിച്ചെന്ന് ചോദിച്ചാൽ മതി. എൻ്റെ ഹാർട്ടൊക്കെ ഇപ്പം പൊട്ടിപ്പോകും. അതുപോലല്ലേ കിടന്ന് ടക്കേന്ന് അടിക്കുന്നത്. ടോയ്ലറ്റിൽ പോകണമെന്നൊരു സംശയം. ഞാനിപ്പോൾ വരാമേ, എനിക്ക് എവിടേക്കും പോകണ്ട. അവരൊക്കെ എന്ത് വിചാരിക്കും? നീ ഇതൊന്ന് പറഞ്ഞിട്ട് പോവും. എന്നെ കാണാൻ കൊള്ളാമോ എന്ന് തുടങ്ങി നമുക്കൊരു 100 കൂട്ടം സംശയങ്ങളാണ് നമ്മളെ പറ്റിയുള്ളത്. നിങ്ങളെക്കുറിച്ച് തന്നെ ഞാൻ പറഞ്ഞേ. എന്തൊക്കെ കഷ്ടപ്പാടാ ഇങ്ങനത്തെ ചിന്ത കൊണ്ടല്ലേ. നേരാൻ വണ്ണം ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. എനിക്കറിയാം ഞാൻ സ്മാർട്ടാണെന്നും എനിക്ക് എല്ലാത്തിനെക്കുറിച്ചും അത്യാവശ്യം അറിവുണ്ടെന്നും എല്ലാം ചെയ്യാനും എന്നെ കൊണ്ട് പറ്റും. പക്ഷേ ഇതൊക്കെ എൻ്റെ റൂമിനകത്ത് മാത്രമേ നടക്കുള്ളൂ. പുറത്തു പോയി ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഡു യു നോ വാട്ട്? യുവർ ബോഡി ആൻഡ് മൈൻഡ് ആർ നോ ടു ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ്. അതുകൊണ്ട് മനസ്സിന് വരുന്ന ഇത്തരത്തിലുള്ള പല അസ്വസ്ഥതകളും ശരീരത്തിലും പ്രതിഫലിക്കും. വളരെ ഉത്കണ്ഠയുള്ള ചില ആളുകളെയൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനുകൾ ലൈഫിൽ വരുമ്പോൾ അവർക്ക് സ്റ്റൊമക്ക് അപ്സെറ്റ്, ആദ്യം പറഞ്ഞ പോലെ ക്ഷീണം, മസിൽ ടെൻഷൻ, തലചുറ്റൽ, കണ്ണിനകത്തോട്ട് ഇരുട്ട് കയറുന്ന അനുഭവം, ഹൃദയം പടപടയെന്ന് ഇടിക്കുക, വിറയൽ, അമിതമായിട്ട് വിയർപ്പ് വരിക, ഇങ്ങനെ പല പല ലക്ഷണങ്ങൾ കാണിക്കും അല്ലേ. അതുകൊണ്ട് അവർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും. തങ്ങൾക്ക് വളരാനുള്ള പല സാഹചര്യങ്ങളോടും പല ഓപ്പർച്യൂണിറ്റീസിനോടും ഇവർക്ക് നോ എന്നങ്ങ് പറയേണ്ടി വരും. ചെറിയ പ്രായത്തിലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പ്രകടിപ്പിക്കുമ്പോൾ കുട്ടികളെ നോക്കി മുതിർന്നവർ പറയുന്നൊരു ഡയലോഗുണ്ട്, സാരമില്ല മോനെ, സാരമില്ല മോളെ, വലുതാകുമ്പോൾ എല്ലാം ശരിയാകുമെന്ന്. എന്നാൽ അത് വെറും തെറ്റായ ഒരു പറച്ചിലാണ്. കാരണം ചെറിയ പ്രായത്തിലെ ഇത്തരത്തിലുള്ള സോഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസിനെ, സോഷ്യൽ ഫോബിയെ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ കുഞ്ഞിനോടൊപ്പം തന്നെ ഈ ബുദ്ധിമുട്ടുകളും വളർന്നു കൊണ്ടിരിക്കും. അങ്ങനെ അവർ സെൽഫ് കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമും യാതൊരു വിധത്തിലുള്ള ആത്മവിശ്വാസവും ഇല്ലാത്തവരായി സ്വയം ഒരു പരാജയമാണെന്ന് ചിന്തിച്ചു തുടങ്ങും. അതുറപ്പാണ്. അങ്ങനെ ജീവിതം തന്നെ ഇത്തരത്തിലുള്ള മാനസിക അസ്വസ്ഥതകൾ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുകളിലാക്കും. എന്നാൽ റൈറ്റ് അപ്രോച്ച് ഇൻ ദ റൈറ്റ് ടൈം വിൽ ഹെൽപ്പ് യു ടു ഹാൻഡിൽ ദി സിറ്റുവേഷൻസ് ഇഫക്റ്റീവ്ലി. സോ ഡോണ്ട് ഹെസിറ്റേറ്റ് ടു റീച്ച് എ പ്രൊഫഷണൽ.